ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് ചാർജിംഗ് പോയിന്റുകളില്ലാത്തത് ഉപഭോക്താക്കൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നെടുങ്കണ്ടം മേഖലയിൽ ആകെയുള്ളത് ഒരു ചാർജിംഗ് പോയിന്റ് മാത്രമാണ്. ഇത് വിനോദസഞ്ചാര വാഹനങ്ങളെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നു. നെടുങ്കണ്ടം കല്ലാർ വൈദ്യുതി ഭവന് മുൻപിലാണ് നിലവിൽ ചാർജിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ ആകെ ഒരു ചാർജിംഗ് പോർട്ട് മാത്രമാണുള്ളത്. ഒരു ഇലക്ട്രിക് വാഹനം ചാർജ് ആകാൻ മണിക്കൂറുകൾ എടുക്കുന്നതിനാൽ ഉപഭോക്താക്കൾ വൻ പ്രതിസന്ധിയിലാണ്. കല്ലാർ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ കൂടുതലായിട്ട് വ്യാപിച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചാർജിംഗ് ബൂത്ത് ഈ ഒറ്റ സ്റ്റേഷനേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസ് പല പ്രാവശ്യം കയറി ഇറങ്ങി പറഞ്ഞതാണ് ചാർജ് സ്റ്റേഷൻ ഒന്നുകൂടെ എക്സ്ട്രാ വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവരൊന്നും നടപ്പിലാക്കുന്നില്ല. അവർ പറയുന്നത് അത് കമ്പനിക്കാരാണ് ശരിയാക്കേണ്ടത്, ഇവരല്ല എന്നൊക്കെ അവർ പറയുന്നു. പക്ഷെ നമുക്ക് ചാർജ് സ്റ്റേഷൻ ഒന്നേ ഉള്ളൂ. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ദൂരെ നിന്ന് ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം പലതും കയറി വരുന്നുണ്ട്. ചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു വാഹനം ചാർജ് ചെയ്യണമെങ്കിൽ 3.5 മണിക്കൂർ സമയം വേണം. പക്ഷേങ്കിൽ എല്ലാ വണ്ടി വെയിറ്റിംഗിൽ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് ടാക്സിക്കാർക്കൊന്നും വണ്ടി ഓടാനും വളരെ ബുദ്ധിമുട്ടാണ്. ടാക്സി ഓടാൻ പറ്റുന്നില്ല. അപ്പോൾ ചാർജ് സ്റ്റേഷൻ അത്യാവശ്യമായിട്ട് നമുക്ക് 2-3 കൂടെ എക്സ്ട്രാ നെടുങ്കണ്ടം സമീപിച്ച് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഉപജീവനത്തിനായി ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങിയവരാണ് ഏറെ ദുരിതത്തിലായത്. മിക്കപ്പോഴും ചാർജ് ചെയ്യാനെത്തുമ്പോൾ ഒന്നിലധികം വാഹനങ്ങൾ ഇവിടെ കാണും. ഓട്ടോറിക്ഷകൾക്ക് പുറമെ ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റു വാഹനങ്ങളും ഉള്ളവരും പ്രതിസന്ധിയിലാണ്. ഇലക്ട്രിക് വാഹനങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾക്കും മണിക്കൂറുകളാണ് ചാർജിംഗ് സ്റ്റേഷന് മുൻപിൽ നഷ്ടപ്പെടുന്നത്.